ഹൃദയമിടിപ്പുകൾ എണ്ണിയാൽ മതിയമ്മേ, അത്രമേൽ സ്നേഹിച്ചു നിന്നെ ഞാൻ, അത്രമേൽ സ്നേഹിച്ചു നിന്നെ. അമ്മേ മാതാവേ, എന്നു ഞാൻ ഈ മണ്ണിൽ എത്ര വിളിച്ചെന്നറിയാൻ. ഹൃദയമിടിപ്പുകൾ എണ്ണിയാൽ മതിയമ്മേ, അത്രമേൽ സ്നേഹിച്ചു നിന്നെ ഞാൻ, അത്രമേൽ സ്നേഹിച്ചു നിന്നെ. എൻ്റെ പേര് ബെർണാഡ് എന്നാണ്. എൻ്റെ വീട് ചങ്ങനാശ്ശേരിയിലാണ്. ഞാൻ പരിശുദ്ധ അമ്മയെ അറിഞ്ഞത് ഞാനൊരു ധ്യാനത്തിൽ പങ്കെടുക്കാൻ പറ്റി. ആ ധ്യാനത്തിൽ പങ്കെടുത്തപ്പോൾ എനിക്കൊരു ജപമാല കയ്യിൽ കിട്ടി. അങ്ങനെ ആ ജപമാല അത് വെഞ്ചരിച്ച ജപമാല അത് കഴുത്തിലിട്ടു. ഞാനത് വളരെ ഭക്തിപൂർവ്വം അത് കഴുത്തിലിട്ട് ഞാൻ വീട്ടിൽ വന്ന് ധ്യാനം കൂടിയിട്ട് അങ്ങനെ വന്ന് കുറേ ദിവസം കഴിയുമ്പോൾ ഞാൻ അനാഥാലയത്തിൽ പോകാൻ പറ്റി എനിക്ക്. അങ്ങനെ ആ അനാഥാലയത്തിൽ പോയപ്പോൾ അവിടെ ഒരു അമ്മയുണ്ടായിരുന്നു. അമ്മ എന്നോട് ചോദിച്ചു, മോനെ നല്ലൊരു ജപമാലയാണല്ലോ, ഇത് എവിടെ നിന്ന് കിട്ടി എന്ന് ചോദിച്ചു. അപ്പോൾ ആ അമ്മയ്ക്കൊരാഗ്രഹമുണ്ട് ആ ജപമാലയിലെന്ന് തോന്നിയപ്പോൾ ഞാൻ എൻ്റെ കഴുത്തിൽ കിടന്ന ജപമാല ഊരി അമ്മയ്ക്ക് കൊടുത്തിട്ട് ഞാനിങ്ങനെ പോന്നു. കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഞാനൊന്നും കൂടെ അവിടെ പോകാനിടയായി. പോയപ്പോൾ ഞാൻ അറിഞ്ഞിരുന്നത് ആ അമ്മയ്ക്ക് അലർജിയുടെ അസുഖമുണ്ടായിരുന്നു. അസുഖം പൂർണ്ണമായിട്ട് ആ ജപമാല ഇട്ടപ്പോൾ മാറി. അതുപോലെ രാത്രി കിടന്നുറങ്ങാൻ ഭയങ്കര അസ്വസ്ഥതയുള്ളതായിരുന്നു, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്ന അമ്മ ആ ജപമാല ഇട്ടതോടുകൂടി പൂർണ്ണമായിട്ട് നല്ല രീതിയിൽ ഉറങ്ങാനും പറ്റി, രോഗം പൂർണ്ണമായി സൗഖ്യമാകാനും പറ്റി. അങ്ങനെ അതിപ്പോൾ എനിക്ക് ആ ജപമാലയിൽ വിശ്വാസം വന്നു. ജപമാല ഇത്ര ഇതാണ്, പക്ഷേ എന്താണ് ജപമാല എന്ന് എനിക്കറിയില്ല. അന്ന് കൊന്ത ചൊല്ലേണ്ടത് എങ്ങനെയാണെന്നും എനിക്കറിയില്ല. അങ്ങനെ ഞാൻ ഒരു കൊന്ത പുസ്തകം വാങ്ങി. ഒരു കൂട്ടുകാരൻ എന്നെ കുറച്ച് പറഞ്ഞു തന്നു ജപമാല ചൊല്ലുന്നത് എങ്ങനെയാണെന്ന്. അങ്ങനെ ആ ജപമാല ഞാൻ ഓരോ രഹസ്യം, ഓരോ നന്മ നിറഞ്ഞ മറിയുമ്പോൾ ചൊല്ലുമായിരുന്നു. അങ്ങനെ ചൊല്ലിയതിൻ്റെ ഫലമായിട്ട് എനിക്ക് യേശുക്രിസ്തുവിനെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കണമെന്നുള്ള ആഗ്രഹമുണ്ടായി. അങ്ങനെ ഞാൻ ശക്തമായ രീതിയിൽ ജപമാല ചൊല്ലാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് മാമുദൂസ മുങ്ങാൻ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഭയങ്കര പ്രശ്നങ്ങളും പ്രതിസന്ധികളുമായിരുന്നു. കാരണം ഞാനൊരു അക്രൈസ്തവനായതുകൊണ്ട് പല രീതിയിലുള്ള ഭീഷണികളും പ്രശ്നങ്ങളും കുടുംബത്തിലും അല്ലാതെയും ഉണ്ടായി. പക്ഷേ എന്നാലും ഞാൻ അനുദിനമായി ജപമാല ഇല്ലാന്നാണ്. പരിശുദ്ധയമേ ദൈവമാതാവേ, യേശുവിനെ നാഥനെ രക്ഷകനെ പൂർണ്ണമായി സ്വീകരിക്കാനുള്ള തിരുസഭയോടത്തായിരിക്കുവാനും അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിരന്തരമായ പ്രാർത്ഥന. ആ പ്രാർത്ഥനയുടെ ഫലമായി വീട്ടുകാരങ്ങനെ സമ്മതിച്ചു മാമുദൂസ മുങ്ങാൻ. അങ്ങനെ 2005 ജനുവരി 1 അന്ന് ബെർണാഡ് എന്ന പേര് സ്വീകരിച്ച് ഞാൻ പാറയിൽ പള്ളിയിൽ മാമുദൂസ മുങ്ങി. അങ്ങനെ മാമുദൂസ മുങ്ങിയപ്പോൾ ഞാൻ ആഗ്രഹിച്ചു, മാതാവേ, ഞാൻ അറിഞ്ഞ യേശുവിനെ എൻ്റെ മാതാപിതാക്കളും അറിയണം. അങ്ങനെ ഞാൻ ശക്തമായൊരു ജപമാലയല്ല എന്ന് പറഞ്ഞു. ജപമാല എന്ന് പറഞ്ഞാൽ അനുദിനം ചെല്ലുന്ന ജപമാല എനിക്ക് ഭയങ്കര ശക്തി തന്നിരുന്നു, വലിയൊരു പ്രത്യാശ തന്നിരുന്നു, ഒരു അഭിഷേകമായിരുന്നു, വലിയൊരു ദാഹമായിരുന്നു ജപമാലയോട്. അങ്ങനെ ആ ജപമാലയോടുള്ള ശക്തമായ പ്രാർത്ഥന. അങ്ങനെ ജോലിയിലൊക്കെ പോയിട്ട് എവിടെയെങ്കിലും വന്ന് ജോലിക്ക് പോയിട്ട് വന്നാൽ താമസിച്ചാൽ തന്നെ പാതിരാത്രിയാണെങ്കിലും വന്നിരുന്ന് മുട്ടയിൽ നിന്ന് മെഴുതിരി കത്തിച്ച് ജപമാല ചൊല്ലുമായിരുന്നു. അന്നേരം കിട്ടുന്ന ഒരു അനുഗ്രഹം, ഒരു സന്തോഷം, ഒരു ആനന്ദം ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അതുപോലെയാണ് പരിശുദ്ധ അമ്മ നമ്മ ചേർത്ത് വെക്കുന്നൊരു അനുഭവമായിരുന്നു. അങ്ങനെ നിരന്തരമായ ജപമാലയുടെ ആ ശക്തമായ പ്രാർത്ഥനയാൽ എൻ്റെ മാതാപിതാക്കൾ പറഞ്ഞു അവർക്കൊരു ധ്യാനത്തിൽ പങ്കെടുക്കണം. അങ്ങനെ അവർ ധ്യാനത്തിൽ പങ്കെടുത്തു. ഞാൻ ആഗ്രഹിച്ചത് ധ്യാനത്തിൽ പങ്കെടുക്കണം, അവർ ക്രിസ്തുവിനെ അറിയണമെന്ന് ശക്തമായ രീതിയിൽ പ്രാർത്ഥനയായിരുന്നു. അങ്ങനെ അവർ ആ ധ്യാനത്തിൽ പങ്കെടുത്ത് തിരിച്ചു വന്നിട്ട് അവർ പറഞ്ഞു അവർക്ക് മാമുദൂസ മുങ്ങണമെന്ന്. ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം ഉണ്ടായിരുന്നു. പരിശുദ്ധ അമ്മയുടെ ആ ജപമാല ഭക്തിയുടെ ശക്തമാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഞാൻ ഇന്നും ഒരു ദിവസം പോലും ജപമാല മുടക്കാറില്ല. അങ്ങനെ ശക്തമായ രീതിയിൽ പോകുന്ന അവസ്ഥയിൽ അഗ്നിയുടെ മധ്യത്തിൽ കൂടെ പോകുന്ന രോഗങ്ങൾ, തകർച്ചകൾ, പല പല പ്രശ്നങ്ങൾ വന്നപ്പോഴും എനിക്ക് ഏറ്റവും വലിയ ആശ്വാസം, സംരക്ഷണവും പ്രത്യാശയും നൽകിയത് ജപമാലയായിരുന്നു. അനുദിനം ചെല്ലുന്ന ജപമാലയിൽ കൂടുതൽ കൃപകളും അനുഗ്രഹങ്ങളും ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ശക്തമായ പ്രാർത്ഥനയായി അവർ പിന്നെ വിശ്വാസത്തിലേക്ക് വന്നു.
അങ്ങനെ ആയപ്പോൾ മറ്റുള്ളവർക്കെല്ലാം ഒരു ഒറ്റപ്പെടുന്ന അവസ്ഥ നമ്മളെ ബന്ധുക്കൾക്കും അയൽവാസികൾക്കും കൂട്ടുകാർക്കും എന്നെ അറിയാവുന്ന പലർക്കും അങ്ങനെ ആയപ്പോൾ പലരും കളിയാക്കാൻ തുടങ്ങിയപ്പോഴും പക്ഷേ ഞാൻ ജപമാലയിൽ ചേർന്ന് നിന്നു. മാതാവേ, ഈശോയുടെ നല്ലൊരു കുടുംബമായി നല്ലൊരു മകനായി ജീവിക്കാനുള്ള കൃപ തന്നെയാണ്. അനുദിനമായി ജപമാലയെല്ലാം തുടങ്ങി. ആ പ്രാർത്ഥനയുടെ ഫലമായി നിനക്ക് ഒരു വിവാഹം നടക്കത്തില്ല എന്ന് പലരും പറഞ്ഞു. കാരണം നീ ഒരു അക്രൈസ്തവനാണ്. കാരണം ഒരുപാട് പ്രതിസന്ധി കൂടെ ഞാൻ വന്നതാണ്. പ്രശ്നത്തിൽ കൂടെ വന്ന് നന്നായിട്ട് കൂടി ജപമാല ചൊല്ലാൻ ഞാൻ തുടങ്ങി. അമ്മേ മാതാവേ, ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ മുമ്പോട്ട് പോകാനുള്ള കൃപ തരണമെന്ന് ശക്തമായ പ്രാർത്ഥനയായിരുന്നു. അങ്ങനെ പ്രാർത്ഥനയുടെ ഫലമായി 2010 എൻ്റെ വിവാഹമായിരുന്നു. വിൻസെൻ്റ് സാമുവൽ പിതാവായിരുന്നു എൻ്റെ വിവാഹം നടത്തിയത്, പാലോട് വെച്ച്, സെൻറ്റ് മേരീസ് ചർച്ചിൽ വെച്ച്. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര അതിശയമായിരുന്നു, എങ്ങനെ സാധിച്ചു ബെർണാഡെ എന്നാണ് ചോദിച്ചത്. പക്ഷേ ഞാൻ പറഞ്ഞു, നമുക്ക് പരിശുദ്ധ അമ്മയുണ്ട്, അമ്മയോട് ചേർന്ന് നിന്ന് ഈശോ നമുക്കെല്ലാം നൽകും. അനുദിനമായി പ്രാർത്ഥിക്കുന്ന നിങ്ങൾ എന്നോട് ആരെങ്കിലും ഒരു പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നമാണെന്ന് പറഞ്ഞാൽ ഞാൻ അവരോട് പറയും, നിങ്ങൾ ജപമാലയിൽ പ്രാർത്ഥിക്കുക, നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറും, മാതാവ് ഏറ്റെടുക്കും. ഈശോയ്ക്ക് വിശുദ്ധ അമ്മ വിമല ഹൃദയം വഴി സമർപ്പിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്ത് തന്നെയാണെങ്കിലും ദൈവം ഏറ്റെടുക്കും. ആ വിശ്വാസം വേണം. അങ്ങനെ അനുദിനമായ ജപമാല പ്രാർത്ഥന എനിക്ക് ഒരു വലിയ സാന്നിധ്യമാണ്. തകർച്ചകൾ വന്നപ്പോഴും രോഗം വന്നപ്പോഴും ഓരോ പ്രശ്നങ്ങൾ വന്നപ്പോഴും ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയ ജപമാലയായിരുന്നു. ഒറ്റയ്ക്കായിരിക്കുമ്പോഴും ജപമാല ചെല്ലുമ്പോൾ വലിയൊരു അനുഗ്രഹത്തിൻ്റെ ഞാൻ ഒഴുകുന്ന എനിക്ക് ഒരുപാട് അനുഭവപ്പെട്ടിട്ടുണ്ട്. 43 വർഷത്തോളമായി ഞാനൊരു വാടകയ്ക്ക് താമസിക്കുന്നു. ഞങ്ങൾ ഒരുപാട് അലഞ്ഞ് ഒരു ഭവനമില്ലാതെ വാടക കൊടുക്കാൻ പോലും നിവൃത്തിയില്ലാത്ത അവസ്ഥകളൊക്കെ വന്നിട്ടുണ്ട്. അതോടുകൂടി ഈ വിശ്വാസത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ പലരും ചോദിക്കുന്നത്, എന്ത് കിട്ടി നിനക്ക് ഈ വിശ്വാസത്തിലേക്ക് വന്നിട്ട്? ഞാൻ പ്രാർത്ഥിച്ചിട്ട് ജപമാല ചൊല്ലിയിട്ട് എന്ത് കിട്ടി? വചനം പറയുന്നു, അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കുക, ബാക്കിയുള്ള നിങ്ങൾക്ക് ലഭിക്കും. ആ വിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ അനുദിനമായി ജപമാല എല്ലാം തുടങ്ങി. മാതാവി, ഈശോ ആഗ്രഹിക്കുന്നൊരു ഭവനം നൽകണമെന്ന്. അങ്ങനെ വലിയ പ്രാർത്ഥനയുടെ വലിയൊരു ഫലമായിരുന്നു. ഒരു ലോൺ എടുത്ത് വീട് വെക്കാനായിട്ട് നോക്കിയപ്പോൾ ടൗണിൽ തന്നെ ഒരു 3 സെൻറ്റ് സ്ഥലവും ഒരു ഭവനം കൂടെ കിട്ടി. പക്ഷേ ഉദ്ദേശിച്ചതിനേക്കാളും വില കൂടുതലായതുകൊണ്ട് വാങ്ങാൻ സാധ്യതയില്ല. അത് പള്ളിയുടെ അടുത്താണ്, എല്ലാം പോയി വരാൻ പറ്റുന്നൊരു സ്ഥലമായിരുന്നു. പ്രാർത്ഥന, ഒരു വിശ്വാസത്തോടുള്ള പ്രാർത്ഥന കുറേ നാൾ ശക്തമായി തന്നെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. കാരണം ദൈവം ഇടപെടുമെന്നൊരു പൂർണ്ണ വിശ്വാസമുണ്ട്. അതിന് അനുദിനമായ ജപമാല അമ്മേ മാതാവി. അങ്ങനെ ജപമാലയിലെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ആ ഭവനത്തിന് ലോൺ റെഡിയാക്കി കിട്ടുമെന്ന് വിചാരിച്ച് അങ്ങനെ 3-4 ബാങ്കുകളിൽ കയറി ഇറങ്ങി നടന്നു. എന്നിട്ട് ലോൺ ശരിയായില്ല. കാരണം 9 ലക്ഷം രൂപയുടെ ലോൺ ലഭിക്കണമായിരുന്നു. കാരണം ആ 3 സെൻറ്റിന് ഒരിക്കലും ലഭിക്കത്തില്ല. ശക്തമായ രീതി ജപമാല ഇല്ല എന്ന് പറയുമ്പോൾ മാതാവി, ദൈവം ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാനുള്ള ആ കൃപ തരണേ എന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു പ്രാവശ്യം ഒരു മാനേജർ ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞ്, നിങ്ങൾക്ക് ലോൺ റെഡിയാക്കി തരാം. അങ്ങനെ 8 ലക്ഷം ഉദ്ദേശിച്ച് 9 ലക്ഷം രൂപ ലോൺ കിട്ടി. അങ്ങനെ നല്ലൊരു ഭവനം വാങ്ങാൻ പറ്റി. 43 വർഷം വാടകയ്ക്ക് താമസിച്ചിട്ടാണ് ആ ജപമാലയോടുള്ള ഭക്തി, ആ ശക്തമായ പ്രാർത്ഥനയിൽ മാതാവിൻ്റെ വലിയ മധ്യസ്ഥതയാലാണ് ഈ ഭവനം വാങ്ങാൻ പറ്റിയത്. ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇങ്ങനെ ഒരു ഭവനം വാങ്ങാൻ പറ്റുമോ. കാരണം എല്ലാവർക്കും അതിശയം, ഇതെങ്ങനെ വാങ്ങാൻ പറ്റിയത്? ഒരിക്കലും 3 സെൻറ്റിന് ഇത്ര എമൗണ്ട് കിട്ടാഞ്ഞിട്ട് നിനക്ക് എങ്ങനെ കിട്ടി എന്നാണ് ഞാൻ ജപമാല എടുത്ത് കാണിക്കും. ഇതാണ് പ്രാർത്ഥന. കാരണം ദൈവത്തിനൊന്നും അസാധ്യമല്ല. പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിച്ചാൽ നമുക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. പ്രശ്നങ്ങളുണ്ടാകും, സഹനങ്ങളുണ്ടാകും, പ്രതിസന്ധികളുണ്ടാകും. എന്നിരുന്നാൽ കൂടി നമുക്ക് താങ്ങായി, ഒരു സഹായമായി മാതാവ് നമ്മുടെ കൂടെ ഉണ്ടാകും. അതിൽ വിശ്വാസം നമുക്ക് വേണം. ഒരിക്കലും പരിശുദ്ധ അമ്മ ഒരിക്കലും നമ്മളെ കൈവിടിയില്ല. നമുക്ക് ആ വിശ്വാസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഉദ്ദേശിച്ചേക്കാൾ ഒരുപടി മുമ്പിലായിരിക്കും നമ്മുടെ ജീവിതം മുൻപോട്ട് പോകുന്നത്. ആ വിശ്വാസം വേണം നമുക്ക്. അതുപോലെ ഒരു കട എടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പഠിച്ച ഫീൽഡ് ഒപ്റ്റിക്കൽസ് ആയിരുന്നു. പക്ഷേ ചങ്ങനാശ്ശേരിയിൽ അത് തുടങ്ങാനുള്ള വലിയ സാമ്പത്തിക വേണം. അതുകൊണ്ട് അതിനെ ഉപേക്ഷിച്ച് ചെറിയ എന്തെങ്കിലും ഒരു കട നോക്കാൻ ഉദ്ദേശിച്ചപ്പോഴാണ് ഒരു കൂട്ടുകാരൻ പറഞ്ഞ ഒരു കടയുണ്ട് ഗോൾഡ് കവറിങ്ങിൻ്റെ, അത് നോക്കാമെന്ന് ഉദ്ദേശിച്ച് ആ കട നോക്കാൻ പോയപ്പം കടയിൽ കച്ചവടമില്ല. ഒരു രീതിയിലും അത് എങ്ങനെ പോകുമെന്ന് മറ്റുള്ളവർ ചോദിച്ചു. കാരണം അതിനും ഒരു ലോണാണ് ആദ്യം ഉദ്ദേശിച്ചത്. അങ്ങനെ ദൈവത്തിൻ്റെ വലിയ കൃപ കൊണ്ട് ഇടപെടലുകൊണ്ട് ഒരു 1.5 ലക്ഷം രൂപയ്ക്ക് 3,80,000 ലോൺ അനുവദിച്ച് കിട്ടി.
അങ്ങനെ കടയെടുക്കാൻ തുടങ്ങിയപ്പോൾ പലരും പറഞ്ഞു വേണ്ട, കാരണം ഈ കട ഇവിടെ വിജയിക്കുകയില്ല, കാരണം ഇട്ടത് അത് 2-3 പേര് കൈമാറി വന്നതാണ്, എന്നിട്ട് കൂടി ആർക്കും വിജയിക്കത്തില്ല, അതുകൊണ്ട് വേണ്ട എന്ന് പലരും നിരുത്സാഹപ്പെടുത്തി. അങ്ങനെ എന്നിരുന്നാലും ശക്തമായ ജപമാലയില്ല എന്ന് പറയുമ്പോൾ മാതാവി ഇത് ആഗ്രഹിക്കുന്നെങ്കിൽ അത് തരണേന്ന് മുട്ടയിൽ നിന്ന് ജപമാലയില്ലാൻ തുടങ്ങി, കണ്ണീരോട് ജപമാലയില്ലാൻ തുടങ്ങി. ആ പ്രാർത്ഥനയുടെ ഫലമായി ആ കട വാങ്ങാൻ പറ്റി. വാടകയ്ക്ക് എടുത്തു. കച്ചവടം തുടങ്ങുന്നതിന് കുറേ ദിവസം കച്ചവടം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ പലരും പറഞ്ഞു ഈ കട മുമ്പോട്ട് പോകില്ല, കാരണം ഇവിടെ പലരും കടയിട്ടത് അത് നശിച്ചിട്ടുള്ളതാണ്, ഒരിക്കലും ആ കട ഉയർച്ച ഉണ്ടാവില്ല, 2 മാസത്തിൽ കൂടെ ഈ കട 2 മാസത്തിൽ കൂടുതലായിട്ട് ഒരിക്കലും ആ കട മുമ്പോട്ട് പോകില്ല, കാരണം ഒരുപാട് കടങ്ങളും വരും, പ്രതിസന്ധികളും വരും, പറയാം അവിടെ ബിസിനസ് ലഭിക്കത്തില്ല എന്നൊരു. പക്ഷേ എൻ്റെ അമ്മ എന്നെ ഒരിക്കലും കൈവിടില്ല എന്ന് എനിക്കൊരു ബോധ്യമുണ്ടായിരുന്നു, വലിയൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ ആ പ്രാർത്ഥനയുടെ ഫലമായി ആ കട ഞാൻ ഉദ്ദേശിച്ചേക്കാളും ഒരു പടി മുൻപിലാണ് ഇപ്പോൾ ആ കട കൊണ്ടുപോകാൻ നടത്താൻ പറ്റിയത്. അത് വലിയൊരു അനുഗ്രഹമാണ്, കാരണം അവിടെ വരുന്നവർക്കും പരിശുദ്ധ അമ്മയെ കൊടുക്കാൻ എനിക്ക് ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് ഏറ്റവും വലിയ സന്തോഷം. കാരണം ക്രിസ്തുവിൻ്റെ ഒരു ചെറിയ ഫോട്ടോ എൻ്റെ കടയിലിരുന്നത്, പക്ഷേ ഞാനൊരു അക്രൈസ്തവനായിരുന്നു എന്ന് ഈ ചങ്ങനാശ്ശേരിയിൽ ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഞാൻ ആ ചെറിയ ഫോട്ടോ അവിടെ നിന്ന് എടുത്ത് മാറ്റിയിട്ട് ഞാൻ വലിയൊരു ഫോട്ടോ വെച്ച്, കാരണം പരിശുദ്ധ അമ്മ വഴി യേശു മഹത്വപ്പെടണം. അങ്ങനെ ഞാൻ ഒരു വലിയ ഫോട്ടോ വെച്ച് അങ്ങനെ കടയിൽ വെച്ചപ്പോൾ മറ്റുള്ളവർ ചോദിക്കും എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ഫോട്ടോ വെച്ചിരിക്കുന്നത്, എന്താണ്? ഞാൻ പറയും ദൈവം ഇതാണ്, രക്ഷ ഇതാണ്, അത് പരിശുദ്ധ അമ്മയിൽ കൂടി നിങ്ങൾ പോകണം. അങ്ങനെ ഒരുപാട് പേര് വിശ്വാസം അറിയാനും ദൈവത്തെ അറിയാനും ഒരുപാട് പേർ കുടുംബത്തിന് സമാധാനം ഉണ്ടാകാൻ പറ്റുന്നുണ്ട്. പലരും എന്നോട് മധ്യസ്ഥ പ്രാർത്ഥന ചോദിച്ചിട്ടുണ്ട്, ഒരുപാട് പേര് പ്രാർത്ഥിക്കാൻ, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഇന്ന പ്രാർത്ഥിക്കാൻ പറയാം. ഞാൻ അവരോട് പറയും നിങ്ങൾ ചെയ്യേണ്ടത് ജപമാലയില്ലേ പ്രാർത്ഥിക്കുക, ദൈവം തീർച്ചയായും ഇടപെടും, വേഗം ഇടപെടും. കാരണം പരിശുദ്ധ അമ്മയെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഒന്നിനും ഒരു കുറവുണ്ടാവുകയില്ല. ആ ബോധ്യം നമുക്ക് വിശ്വാസം വേണം. പേഴ്സണൽ പ്രയർ കൂടി തന്നെ ഞാൻ ഫസ്റ്റ് ചൊല്ലുന്നത് ജപമാലയാണ്. ഇന്ന് ഞാൻ വിശ്വാസത്തിൽ നിലനിൽക്കാൻ യഥാർത്ഥ കാരണം ജപമാലയാണ്. ജപമാല എന്ന് വെച്ചാൽ എൻ്റെ ശരീരത്തിലെ രക്തം മുഴുവൻ അത്രയ്ക്കിതാണ് ഞാൻ ജപമാല. കാരണം ജപമാല ഇല്ലെങ്കിൽ ബെർണാഡ് എന്നൊരു വ്യക്തിയില്ല, അത്ര തീഷ്ണത, ഞാൻ അത്രയും വിശ്വസിക്കുന്നു, പരിശുദ്ധ അമ്മയെ ഞാൻ സ്നേഹിക്കുന്നു. കാരണം ക്രിസ്തുവിലേക്കുള്ള വഴിയാണ് പരിശുദ്ധ അമ്മ എന്നുള്ള വലിയ ബോധ്യമുണ്ട്. മറ്റുള്ളവർ പലരും പറയും എന്തിനാണ് ഇങ്ങനെ ജപമാലയില്ലെന്ന്, കുറച്ച് നന്മ നിറഞ്ഞ മറിയുമ്പോൾ ചൊല്ലിയിട്ട് എന്താണ് പ്രയോജനം? പക്ഷേ അതിനകത്ത് ഓരോ മണികൾക്കുള്ളിൽ രഹസ്യത്തിനകത്ത് ഓരോ അനുഗ്രഹങ്ങൾ എന്തുമാത്രം ഒളിഞ്ഞു കിടക്കുന്നെന്ന് അത് നമുക്ക് അനുഭവിച്ചാലേ അറിയാൻ പറ്റത്തുള്ളൂ. തിരുവചനമാണെന്നുള്ള ബോധ്യം നമുക്ക് ആ ദാഹത്തോട് ചൊല്ലിയാൽ തീർച്ചയായിട്ടും ദൈവം നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ അത്ഭുതങ്ങൾ ചെയ്യും. അതിലൊരു സാക്ഷിയാണ് ഞാൻ. അതേപോലെ എനിക്ക് വയറിനൊരു വലിയ കംപ്ലയിൻ്റ് ഉണ്ടായി, പാങ്ക്രിയാസിന് സ്റ്റോൺ. പെട്ടെന്നൊരു ദിവസം വയറ്റിൽ ഇരുന്നപ്പോൾ വയറുവേദന കൂടി, അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പം ഇവിടെ കൊണ്ടുപോകാൻ പറഞ്ഞു, നേരെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അമലൈസ് 2300 ആയപ്പം സീരിയസ് ആണ് എന്ന് പറഞ്ഞ് എല്ലാവരും ഭയപ്പെട്ടു പോയി, എന്താവും, എല്ലാവരും ബന്ധുക്കളെല്ലാം ഭയങ്കര ടെൻഷനായി, എന്താവും, അങ്ങനെ കൂടി എന്ത് സംഭവിക്കുമെന്ന അവസ്ഥയിൽ ലാസ്റ്റ് എന്നെ തിരിച്ച് പുഷ്പഗിരിയിൽ കൊണ്ടുവന്നു. പുഷ്പഗിരി ICUവിൽ കയറ്റിയപ്പോൾ അവരും പറഞ്ഞു രക്ഷപ്പെടാൻ സാധ്യത കുറവാണ്. ഞാൻ അന്നും എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ICUവിലുണ്ടായിരുന്നത് ജപമാലയാണ്. നിരന്തരമായി നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ പ്രാർത്ഥനയുടെ ഫലമായി എൻ്റെ രോഗം മാറി. എനിക്ക് ആ വിശ്വാസം ഒന്നും കൂടെ ദൃഢമായി, മറ്റുള്ളവർക്കും അതൊരു വിശ്വാസത്തിന് കാരണമായി. വിശുദ്ധ പാതുരപ്പിയെ പറയുവാനും നിങ്ങൾ അനുദിനം ശുദ്ധീകരണ സ്ഥലത്തെ മക്കൾക്കും വേണ്ടി ജപമാല ചൊല്ലാൻ തുടങ്ങണമെന്ന്. അത് എനിക്ക് വലിയൊരു വിശ്വാസം, ഒരു ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ അനുദിനമായിട്ട് എന്നും ഓരോ ജപമാല ശുദ്ധീകരണ സ്ഥലത്തെ ആത്മകൾക്ക് വേണ്ടി ചൊല്ലാൻ തുടങ്ങി. ആ ചൊല്ലാൻ തുടങ്ങിയ സമയം മുതൽ എനിക്ക് ഭയങ്കര അനുഗ്രഹമാണ്, ഒരുപാട് അനുഗ്രഹം, സാമ്പത്തികം, ആത്മീയ, ഭൗതിക, കുടുംബ മേഖലയിൽ ഭയങ്കര അനുഗ്രഹവും സമാധാനവും സന്തോഷവും ശാന്തിയും അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ട്. അനുദിനമായ ജപമാല കൂടുതൽ നമ്മൾ വിശുദ്ധീകരിക്കും, കൂടുതൽ കൃപകൾ ഒഴുകും, ക്രിസ്തുവിലേക്ക് കൂടുതൽ നമ്മളെ അടുപ്പിക്കും. പ്രശ്നങ്ങൾ വന്നാലും പ്രതിസന്ധികൾ വന്നാലും നിരാശപ്പെടാതെ പ്രത്യാശയോടെ ചൊല്ലുന്ന ജപമാലയ്ക്ക് തീർച്ചയായിട്ടും അനുഗ്രഹങ്ങളുണ്ട്. വാരിക്കോരി ചൊല്ലുന്ന ജപമാലയുള്ള ഓരോ രഹസ്യങ്ങൾ ചൊല്ലുമ്പോഴും നമ്മൾ പൂർണ്ണമായി അത് അർത്ഥമറിഞ്ഞ് പരിശുദ്ധ അമ്മയോട് ആ ചൊല്ലുന്നെന്നുള്ള ബോധ്യത്തോട് ചൊല്ലുമ്പോൾ ദൈവത്തിൻ്റെ വലിയ കരുണയും അനുഗ്രഹവും നമ്മളിൽ വർഷിക്കും. എൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് എനിക്ക് ഒഴുകുന്നത് മധ്യസ്ഥ പ്രാർത്ഥനയാണ്.
മധ്യസ്ഥ പ്രാർത്ഥന, ശക്തമായ രീതിയിൽ മധ്യസ്ഥ പ്രാർത്ഥന ഞാൻ ജപമാലയിൽ കൂടിയാണ് ഭൗതികമായ കുടുംബ മേഖലയിലാണെങ്കിലും എനിക്ക് ഏറ്റവും കൃപകൾ അനുഗ്രഹം ഒഴുകുന്നതും ജപമാലയാണ്. മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ മധ്യസ്ഥം വഹിക്കുന്നതും ഈ ലോകത്തിന് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നതും വചന പ്രഘോഷങ്ങൾ സുവിശേഷ വേലയ്ക്കാണേലും എല്ലാ മേഖലകളിലേക്കും മധ്യസ്ഥം വഹിക്കുന്നത് ഞാൻ ജപമാലയിൽ കൂടെയാണ്. പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിച്ചാണ് ഞാൻ ആ മധ്യസ്ഥം വഹിക്കുന്നത്. അതിനുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ ഒരുപാട് ലഭിച്ചതിനും ഒരുപാട് പേർക്ക് വ്യത്യാസം വന്നത് ഞാൻ എൻ്റെ കൺമുമ്പിൽ കണ്ടിട്ടുണ്ട്. അതെല്ലാം ആ അമ്മയോടുള്ള വലിയ ഈശോയോടുള്ള ദാഹം, പരിശുദ്ധ അമ്മയിൽ കൂടെയുള്ള ദാഹം, ആ ദാഹമാണ് എനിക്ക് മാറ്റി എന്നെ കൂടുതൽ അറിഞ്ഞിട്ടുള്ളത്. പുറമെ ഞാൻ വിശ്വാസം നിലനിൽക്കാൻ തന്നെ കാരണം എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നിട്ടും തകർച്ചകൾ വന്നിട്ടും രോഗം വന്നിട്ടും പ്രതിസന്ധികൾ വന്നിട്ടും ഒറ്റപ്പെട്ട അവസ്ഥ വന്നപ്പോഴും പൂർണ്ണമായി ഒന്നുമില്ലാത്ത അവസ്ഥയിൽ കൂടി വന്നിട്ടും ഞാൻ നിലനിൽക്കാൻ കാരണം ജപമാലയാണ്. എൻ്റെ കൂട്ടുകാരൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ജപമാല ചെല്ലുമ്പോൾ അവൻ ഉരുട്ടിൻ്റെ പരിപാടി തുടങ്ങിയെന്ന് പലരും എന്നെ കളിയാക്കിയിട്ടുണ്ട്. അന്നേരമൊക്കെ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. ദൈവമേ, അവരറിയണം, സത്യം അറിയണമേ എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അത് വലിയൊരു ജീവിതത്തിൽ എനിക്കൊരു വലിയ വഴിത്തിരിവാണ്. എല്ലാ കൃപകളുടെയും അനുഗ്രഹത്തിൻ്റെയും വലിയൊരു വഴി എനിക്ക് ആ ജപമാലയാണ്. അതേപോലെയാണ് മറ്റുള്ളവർക്ക് മധ്യസ്ഥം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ, എൻ്റെ അവസ്ഥ എനിക്ക് സംഭവിക്കുന്നു എന്നൊരു രീതിയിലാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. വലിയ കണ്ണീരോടെ കൈകളൂർത്തി ജപമാല ചൊല്ലുമ്പോൾ വലിയ വലിയ അനുഗ്രഹങ്ങൾ, പരിശുദ്ധാത്മാവിന് വലിയ അഭിഷേകം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. 5-ാമത്തെ രഹസ്യം ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഉറക്കെ സ്തുതിച്ച് അവേ മരിയ എന്ന് പറഞ്ഞ് ഉറക്കെ സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം എന്നിലേക്ക് ഒഴുകുന്ന ഞാൻ ശക്തമായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. വലിയ സാന്നിധ്യം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യം, വലിയ കൃപകൾ, എന്താണ് മാതാവെന്നുള്ള വലിയൊരു ദാഹം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അമ്മയെപ്പോലെ തന്നെ തിളങ്ങി നിൽക്കണമെന്നുള്ള ദാഹം ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അമ്മയെ ഈശോയോട് ചേർത്ത് സഹനങ്ങളിൽ വന്നപ്പോഴും പ്രശ്നങ്ങൾ വന്നാലും പ്രതിസന്ധികളും സുഖങ്ങളും ദുഃഖങ്ങളും വന്നാലും അമ്മ ജപമാലയിൽ ആയിരിക്കുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ട്രെയിനിൽ പോയാലും ബസ്സിൽ പോയാലും വാഹനത്തിൽ ഞാൻ പോയാൽ ഉടനെ ഞാൻ ജപമാല കയ്യിലെടുക്കും. അങ്ങനെ ഞാൻ ജപമാല നിരന്തരം പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ചില സമയത്ത് ഒരു പ്രാവശ്യം എനിക്ക് ജപമാല ചൊല്ലുമ്പോൾ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയായിരിക്കട്ടെ എന്ന് ഞാൻ കുരിശ് വരയ്ക്കുമ്പോൾ എനിക്കൊരു അസ്വസ്ഥത. കാരണം മറ്റുള്ളവർ നമ്മളെ കാണുമ്പോൾ എന്നൊരു ചമ്മലുള്ളതുകൊണ്ട് ഞാൻ നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലും. പിതാവിനും പുത്രനും മനസ്സിലിങ്ങനെ ചൊല്ലും, അല്ലാതെ നെറ്റിയിലിങ്ങനെ വെക്കാറില്ല. അപ്പോൾ ഒരു തൃശ്ശൂരിലൊരു ആവശ്യത്തിന് പോയപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് കണ്ടൊരു പുരോഹിതനെ കണ്ടു. ആ പുരോഹിതൻ കുറച്ച് നമ്മൾ സംസാരിക്കാമെന്ന് പറഞ്ഞ് സ്റ്റാൻഡിൽ കയറി ഇരുന്ന് കുറേ സംസാരിച്ചപ്പോൾ ദൈവം എന്നോട് സംസാരിക്കുന്നു. പരിശുദ്ധ അമ്മ ആഗ്രഹിക്കുന്നു, ഈശോ ആഗ്രഹിക്കുന്നു, പരിശുദ്ധ അമ്മ അതിനുവേണ്ടി ഒരുക്കിയതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ പുരോഹിതൻ പറഞ്ഞു, നമ്മൾ ജപമാലയുടെ കാര്യം പോലും അറിഞ്ഞില്ല. നമ്മൾ ജപമാല ചൊല്ലുമ്പോൾ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നമ്മൾ ഉറപ്പായിട്ടും മറ്റുള്ള മുമ്പിൽ വെച്ച് നമ്മൾ എങ്ങനെയാണ് കുരിശ് വരയ്ക്കേണ്ടത്. ഞാൻ അന്നേരം തന്നെ ഞെട്ടിപ്പോയി. ദൈവമേ, ഒരു നന്മ നിറഞ്ഞ മറിയമേ പോലും നഷ്ടപ്പെടുന്നില്ല. വലിയ ബോധ്യം തന്നു. നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത്, നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നിന്നും ദൈവം നമ്മളെ ആയിരിക്കേണ്ട അവസ്ഥയിലേക്ക് ഉയർത്താൻ ജപമാല നമുക്കൊരു സംരക്ഷണവും വലിയൊരു അനുഗ്രഹവും തരും. അത് വലിയൊരു ഉറപ്പാണ്. അത് എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്നതാണ്. ആരാണ് മാതാവ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും, നമ്മുടെ ഈ ഭൗതിക തലത്തിലെ അമ്മയെക്കാളും നമുക്കൊരു അമ്മയുണ്ട്. നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കാൻ, നമ്മളുടെ കുറവുകൾ കണ്ട്, നമ്മുടെ ബലഹീനതകൾ കണ്ട്, നമ്മുടെ ആവശ്യങ്ങളിൽ നമ്മോട് ഈശോ ചെയ്തു തരാൻ ആഗ്രഹിക്കുന്നതെല്ലാം പരിശുദ്ധ അമ്മ വഴി നമുക്ക് വാങ്ങിത്തരും എന്നൊരു ബോധ്യം, ആ വിശ്വാസം നമുക്ക് വേണം. ഒരു വാഹനത്തിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ, ഞാൻ രാവിലെ വാഹനം എടുക്കുമ്പോഴും 3 നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലി പ്രാർത്ഥിച്ചാണ് വാഹനം എടുക്കാറുള്ളത്. മാതാവിൻ്റെ വലിയ സംരക്ഷണവും എനിക്ക് ലഭിച്ചാണ് ഞാൻ അറിയുന്നുണ്ട്. ഒരു പ്രാവശ്യം ഞാൻ കോട്ടയത്ത് പോവുകയാണ്, ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനും കൂടെ ബൈക്കിലാണ് പോകുന്നത്. ഇച്ചിരി സ്പീഡുണ്ടായിരുന്നു വണ്ടിക്ക്. ഓവർടേക്ക് ചെയ്യാമെന്ന് നോക്കുന്നത്, ഒരു ഓപ്പോസിറ്റ് ഒരു കാറ് നല്ല സ്പീഡിൽ വരികയായിരുന്നു. ഞങ്ങളും ബാക്ക് സൈഡിൽ ഒരു ലോറിയാണ്. ഞങ്ങളിത് ഓവർടേക്ക് ചെയ്യാൻ പോയപ്പോൾ അവിടുന്ന് കാറ് പാഞ്ഞു വരുന്നത് കണ്ടു. എന്താണെന്ന് ഞങ്ങൾക്ക് പോലും സംഭവിച്ചറിയില്ല. എടുത്തു മാറ്റിയതുപോലായിരുന്നു ഞങ്ങളെ ആ റോഡിന് സൈഡിലോട്ട്. ഞങ്ങൾ കണ്ട് 2 മിനിറ്റോ ഞാനും എൻ്റെ കൂട്ടുകാരൻ സംസാരിച്ചില്ല. കാരണം ഞങ്ങൾക്ക് സംസാരിക്കാൻ നാവ് പൊന്തുന്നില്ലായിരുന്നു. എന്താണ് ഞങ്ങൾ സംഭവിച്ചതെന്ന് അറിയത്തില്ല. അതൊക്കെ വലിയ പരിശുദ്ധ അമ്മയുടെ വലിയ സംരക്ഷണമാണ്, വലിയ അനുഗ്രഹമാണ്, വലിയ നമ്മുടെ ഇടപെടലാണെന്നുള്ള നമുക്ക് വിശ്വാസം തരുന്നുണ്ട്. സാമ്പത്തിക മേഖലയിൽ ചില സമയത്ത് പ്രതിസന്ധികൾ വരുമ്പോൾ ദൈവമേ എന്ത് ചെയ്യും, പ്രശ്നങ്ങൾ വരുമ്പോൾ ഉടനെ ജപമാല എടുത്ത് ചൊല്ലും. നമ്മൾ പോലും അറിയത്തില്ല ഇതെങ്ങനെ സംഭവിക്കുന്നത്, എങ്ങനെ സാധിക്കുന്നുവെന്ന്.
ഇപ്പോഴും ഞാൻ ആ വിശ്വാസത്തിൽ നിലനിൽക്കാൻ യഥാർത്ഥ കാരണം പരിശുദ്ധ അമ്മയുടെ വലിയ ആ മധ്യസ്ഥ ജപമാലയുടെ ശക്തിയാണ്. ഓരോ ദിവസം ചൊല്ലുന്ന ജപമാലയ്ക്ക് ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. ഓരോ ദിവസം നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുകയും അനുഗ്രഹിക്കപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഉള്ള അനുഗ്രഹം വിവേകമോ ബുദ്ധിയോ ഞാനും ഒന്നുമില്ലാത്തൊരു വ്യക്തിയായിരുന്നു. എനിക്ക് വലിയ വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത വ്യക്തിയായിരുന്നു. 10ാം ക്ലാസ് പോലും പൂർത്തിയാക്കാൻ പറ്റാത്ത വ്യക്തിയായിരുന്നു ഞാൻ. ഒപ്റ്റിക്കൽ ടെക്നീഷ്യൻ പഠിച്ച്, ഫിറ്റിങ്സ് വരെ പഠിച്ച്, ടെസ്റ്റിംഗ് വരെ പഠിച്ച്. പക്ഷേ എങ്ങനെ സംഭവിച്ചെന്ന് എനിക്കറിയില്ല. ഇംഗ്ലീഷ് നല്ല രീതിയിൽ വായിക്കാൻ അറിയാത്ത ഞാനിപ്പോൾ നല്ല രീതിയിൽ വായിക്കാനും നല്ല രീതിയിൽ ടെസ്റ്റ് ചെയ്യാനും അന്ന് വരെ പഠിച്ചത്. എല്ലാം ദൈവത്തിന് ആ പരിശുദ്ധ അമ്മയുടെ ജ്ഞാനമായ മാതാവിൻ്റെ വലിയ അനുഗ്രഹമാണ്. കാരണം ലജ്ജിക്കാൻ നമ്മളെ ദൈവം അനുവദിക്കില്ല. പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുക. കാനായിൽ കല്യാണ വിരുന്നിൽ പരിശുദ്ധ അമ്മ ചെയ്തതുപോലെ നമ്മുടെ എന്ത് അവസ്ഥയാണെങ്കിലും നമ്മുടെ ഈ ലോക ജീവിതമല്ല, ആത്മീയ ലോകത്തിൻ്റെ ജീവിതത്തിന് വേണ്ടിയാണ് നമ്മൾ ജീവിക്കേണ്ടത്. ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, അമ്മേ മാതാവേ, ആത്മാവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ ഫലങ്ങളും ദാനങ്ങളും വരങ്ങളും ലഭിക്കുവാൻ. ശക്തമായ പ്രാർത്ഥനയാണ്. എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവിൽ കൂടി കിട്ടിയിട്ടുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകം അനുഗ്രഹം എന്നിലേക്ക് ഒഴുകാൻ എനിക്ക് ഒരുപാട് അനുഭവപ്പെട്ടിട്ടുണ്ട്. ജപമാല ഭക്തി വളർത്തുവാനും മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിക്കണം. കാരണം വർഷങ്ങളായി ഞാൻ പ്രാർത്ഥിക്കുന്ന അമ്മയെ ക്രിസ്തുവിനെ അറിയണം, ഒരുപാട് പേരറിയണം, ജപമാലയിൽ കൂടെ അറിയണമെന്ന പ്രാർത്ഥന വലിയൊരു അനുഗ്രഹം ദൈവം അത് തിരഞ്ഞെടുത്തിട്ടുണ്ട് എന്ന് വലിയൊരു ബോധ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. സ്നേഹം എന്തെന്നറിയാത്ത ഞാൻ പരിശുദ്ധ അമ്മയെ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോൾ മറ്റുള്ളവരിലേക്ക് സ്നേഹിക്കാനും മറ്റുള്ളവരിലേക്ക് സഹായിക്കാനും എനിക്ക് വലിയ പ്രചോദനമായിരുന്നു. കാരണം മറ്റുള്ളവരെ സ്നേഹിക്കാനും മറ്റുള്ളവരെ എല്ലാവരും അവഗണിക്കുന്ന രീതിയിൽ വെറുപ്പോടെ പല ഇതാണ് ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. ഇതിനുള്ളിൽ ഈഗോയായിരുന്നു. പക്ഷേ ഈ പ്രാർത്ഥനയുടെ മധ്യസ്ഥ പ്രാർത്ഥന, ഈ ജപമാലയുടെ ശക്ത പ്രാർത്ഥന മറ്റുള്ളവരെ ഉൾക്കൊള്ളാൻ, മറ്റുള്ളവരുടെ അവരുടെ അനുഭവം, അവരുടെ ആ വേദനയിൽ പങ്കുചേരുവാനും. അല്ലെങ്കിൽ നേരത്തെ അങ്ങനെ ആയിരുന്നില്ല. നേരത്തെ എനിക്കെന്ത് കിട്ടിയാൽ എനിക്ക്, അവർക്ക് കിട്ടിയാൽ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്കെന്ത് എന്നുള്ള ഇതായിരുന്നു. പക്ഷേ ഞാൻ ഈ പ്രാർത്ഥന തുടങ്ങിയതുകൂടി എൻ്റേതാണെന്ന്, അവരുടെ വേദനകൾ എൻ്റെ വേദനകൾ കൂടിയാണ്, അവരുടെ പ്രശ്നങ്ങൾ എൻ്റെ പ്രശ്നങ്ങളോടാണെന്ന് എനിക്ക് ബോധ്യപ്പെടാൻ ഒരുപാട് എനിക്ക് അത് സാധിച്ചിട്ടുണ്ട്. അതെല്ലാം പരിശുദ്ധ അമ്മയുടെ ജപമാലയുടെ ഭക്തിയാണ്. ആ ശക്തമായ മധ്യസ്ഥതയിലാണ് ഞാൻ ഒരുപാട് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഏകാന്തമായി ഒറ്റയ്ക്കിരുന്ന് ജപമാല ചൊല്ലുമ്പോൾ വലിയ ദൈവത്തിന് സന്നിധി ഉണ്ടായിട്ടുണ്ട്. അതുപോലെ കുടുംബത്തോടെ ഇരുന്ന് ജപമാല ചൊല്ലുമ്പോഴും വലിയ അനുഗ്രഹങ്ങൾ ഞങ്ങളിൽ കുടുംബത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. മാതാവിനെ മഹത്വപ്പെടുത്തുന്നവർ സ്വർഗത്തിൽ നിക്ഷേപം കൂട്ടിവെച്ചിരിക്കുന്നു എന്ന് വചനം നിറവേന്നുണ്ടല്ലോ. നമ്മൾ എത്രയും മഹത്വപ്പെടുത്തും, പരിശുദ്ധ അമ്മയെ മഹത്വപ്പെടുന്നത് നമ്മൾ യേശുവിനെയാണെന്നുള്ള ബോധ്യം വേണം. അതില്ലാതാകുമ്പോഴാണ് നമ്മുടെ വിശ്വാസം പലർക്കും ഒരു ക്ഷയമായി മാറുന്നത്, അവഹേളനമായി മാറുന്നത്. പൂർണ്ണമായി നമ്മൾ മാതാവിനെ വിളിച്ച ഒരിക്കലും പരിശുദ്ധ അമ്മയ്ക്കല്ല അതിൻ്റെ സാന്നിധ്യം, ഈശോയ്ക്കാണെന്നുള്ള ബോധ്യം നമുക്ക്, ആ വിശ്വാസം മതി, ആ സ്നേഹം മതി. ആ സ്വർഗസ്ഥനായ പിതാവിൻ്റെ സ്നേഹം അനുഭവിക്കുവാനും ഈശോ മിശിഹായുടെ സ്നേഹം, ആ സാന്നിധ്യം അനുഭവിക്കാനും പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപകളും ആ അഭിഷേകവും നമുക്ക് ലഭിക്കാൻ പരിശുദ്ധ അമ്മയെ നമുക്ക് പൂർണ്ണമായി ചേർത്ത് വയ്ക്കാം. എത്ര വിളിച്ചെന്നറിയാൻ ഹൃദയമിടിപ്പുകൾ എണ്ണിയാൽ മതിയമ്മേ, അത്രമേൽ സ്നേഹിച്ചു നിന്നെ ഞാൻ, അത്രമേൽ സ്നേഹിച്ചു നിന്നെ. അമ്മേ മാതാവേ, എന്നു ഞാൻ ഈ മണ്ണിൽ എത്ര ഹൃദയമിടിപ്പുകൾ എണ്ണിയാൽ മതിയമ്മേ, അത്രമേൽ സ്നേഹിച്ചു നിന്നെ ഞാൻ, അത്രമേൽ സ്നേഹിച്ചു നിന്നെ.